തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് തുടക്കം. പന്തളം രാജകുടുംബാംഗം മരിച്ചതിനെ തുടർന്ന് വലിയ കോയിക്കൽ ക്ഷേത്രത്തിലും കൊട്ടാരത്തിലും ആചാരപരമായ ചടങ്ങുകളില്ല. രാജപ്രതിനിധിയും ഘോഷയാത്രയെ അനുഗമിക്കുന്നില്ല. തിരുവാഭരണ ഘോഷയാത്രയ്ക്കിടെ ആഭരണപ്പെട്ടി തുറന്നുള്ള ആദ്യ ദർശനം ഇത്തവണ കുളനട ദേവീക്ഷേത്രത്തിലാണ്. മണികണ്ഠൻ ആൽത്തറയിലാണ് ആദ്യ സ്വീകരണം. വിവരങ്ങളുമായി മനീഷ് മഹിബാൽ കുളനട ക്ഷേത്രത്തിൽ ചേരുന്നുണ്ട്. മനീഷ്, എങ്ങനെയുണ്ട് ഭക്തജനത്തിരക്ക് അവിടെ കുളനട ക്ഷേത്രത്തിൽ? ഹാഷ്മി, ഇത്തവണ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിനേക്കാൾ ഏറ്റവും തിരക്ക് അവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള കുളനട ഭഗവതി ക്ഷേത്രത്തിലാണ്. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ദൃശ്യങ്ങളിൽ കാണാം. അവിടെ നിന്നും തിരുവാഭരണ പെട്ടി, അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണ പെട്ടി ഇവിടെയാണ് കൊണ്ടുവന്ന് ഇവിടെയാണ് ആദ്യം ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കിടെ ആദ്യമായി ദർശനം നടത്തുന്നത് ഇവിടെയാണ്. അവിടെ മരണാനന്തര ചടങ്ങുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്, മരണം സംഭവിച്ചതുകൊണ്ടാണ് അവിടെ ഇത്തവണ ലളിതമായ ചടങ്ങുകൾ മാത്രം നടത്തിയത്. മണികണ്ഠൻ ആൽത്തറയിലായിരുന്നു ആദ്യ സ്വീകരണം. മണികണ്ഠൻ ആൽത്തറയിലെ സ്വീകരണത്തിന് ശേഷമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തിരുവാഭരണ പെട്ടി ഈ കുളനട ഭഗവതി ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ പെട്ടി തുറന്ന് അതിലുള്ള തിരുവാഭരണങ്ങളൊക്കെ തന്നെ ഭക്തജനങ്ങൾക്ക് കാണുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെയാണ് ആദ്യം ഒരുക്കുന്നത്. വലിയ ഭക്തജനത്തിരക്ക്, അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിനെ അനുഗമിക്കുന്നത് തിരുവാഭരണ ഘോഷയാത്ര പേടക വാഹന സംഘത്തെ പന്തളം കൊട്ടാരം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയാണ് തിരുവാഭരണ പേടകം ശിരസിലേറ്റുന്നത്. മരുതവന ശിവൻകുട്ടി പൂജാപാത്രങ്ങൾ അടങ്ങുന്ന പെട്ടിയും കിഴക്കേത്തോട്ടത്തിൽ പ്രതാപൻ നായർ കൊടിപ്പെട്ടിയും ശിരസിലേറ്റും. അത്തരത്തിൽ ഇവിടെ ഏകദേശം ഒരു 20 മിനിറ്റോളം സമയം ഈ കുളനട ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ അതിൻ്റെ തെക്കേ നടയിൽ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന പന്തലിലാണ് ആളുകൾക്ക് ഈ പെട്ടി തുറന്ന് തിരുവാഭരണം കാണാനുള്ള സൗകര്യം, ദർശനം നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. തിരുവാഭരണത്തിനകത്തുള്ള പേടകത്തിനകത്തുള്ള തിരുവാഭരണം നമുക്ക് പകർത്താനുള്ള അവകാശം നമുക്കില്ല, അത് പകർത്താൻ സാധിക്കുകയില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് ആളുകൾ ക്യൂ നിന്ന് വേണം ഇവിടെ എത്തി തിരുവാഭരണ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ. നേരത്തെ ഇവരൊക്കെ തന്നെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലും ഒപ്പം തന്നെ പന്തളം രാജകൊട്ടാരത്തിലും മണികണ്ഠൻ ആൽത്തറയിലും ഒക്കെ തന്നെ തടിച്ചു കൂടേണ്ടിയിരുന്ന ആളുകളാണ്. ഇത്തവണ അവിടുത്തെ ചടങ്ങുകളൊക്കെ തന്നെ ലളിതമാക്കിയത് കൊണ്ട് ഇവിടെ തിരുവാഭരണം കാണാൻ എത്തിച്ചേർന്നിട്ടുള്ളത് 26 പേരാണ് അനുഗമിക്കുന്നത്. ഒപ്പം തന്നെ 220 പോലീസുകാർ ഇന്ന് പന്തളം ടൗണിലാകെ ഉണ്ട്. 4 DYSPമാരുണ്ട്. ഒപ്പം തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ സുരക്ഷയ്ക്ക് സായുധ സേന കൂടിയുണ്ട്. പന്തളം AR ക്യാമ്പിലെ കമാൻഡോ ചന്ദ്രശേഖരനാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള മേൽനോട്ടം വഹിക്കുന്നത്. ഇന്ന് യാത്ര പുറപ്പെട്ട് ഇന്ന് അയിരൂർ ക്ഷേത്രത്തിലായിരിക്കും ഇവർ തങ്ങുക. നാളെ പിന്നീട് ദേവസ്വം ഒരുക്കിയിട്ടുള്ള പ്രത്യേക സത്രത്തിൽ, പിന്നീട് തിങ്കളാഴ്ച വൈകിട്ട് മകരസംക്രമ ദിവസം വൈകുന്നേരം സന്ധ്യയോടുകൂടി തന്നെ സന്നിധാനത്തെത്തുന്ന സംഘം അവിടെ അയ്യപ്പനെ വിഗ്രഹം ചാർത്തി ദീപാരാധനയോടുകൂടി തന്നെ പിന്നെ ആയിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. അങ്ങനെ പുണ്യദർശനം കാണാൻ, അവിടെ അയ്യപ്പനെ ചാർത്താനുള്ള തങ്ക ആഭരണങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളാണ് നിലവിൽ ഈ ക്ഷേത്രത്തിൽ, കുളനട ഭഗവതി ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഹാഷ്മി, തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുന്നു അവിടെ. അപ്പം അങ്ങനെ ഒരു മകരവിളക്ക് കാലം സമാധാനപരമായി ശാന്തപൂർണ്ണമായി പുരോഗമിക്കും. ഇടയ്ക്ക് വലിയ തിരക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം അതിന് നിയന്ത്രിക്കാൻ കഴിയുന്നു. എന്തായാലും മകരജ്യോതി ദർശനമടക്കം സുഗമമായി കാര്യങ്ങൾ സ്മൂത്തായി നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.